രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ അസമിൽ വീണ്ടും സംഘർഷം. ഗുവാഹത്തിയിൽ യാത്ര പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. ലാത്തിചാർജിൽ നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിർദ്ദേശം നൽകി. ആര് വിചാരിച്ചാലും ന്യായ് യാത്ര തടയാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയെന്നും രാഹുൽ തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ അസമിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങൾ. ഗുവാഹത്തിയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങൾ. രാഹുലിനെയും കൂട്ടരെയും നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ പോലീസ് ഉറച്ചുനിന്നു. ഇതോടെ പ്രവർത്തകർ പ്രകോപിതരായി. പിന്നാലെ പോലീസുമായി ഉന്തും തള്ളും. ഇതിനിടയിൽ പോലീസ് ബാരിക്കേഡും പ്രവർത്തകർ തകർത്തു. പോലീസ് നടത്തിയ ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പര്യടന വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉന്നയിച്ചത് രൂക്ഷമായ വിമർശനങ്ങൾ. സംയമനം പാലിക്കുന്നത് ബലഹീനതയായി കരുതരുതെന്ന് മുന്നറിയിപ്പ്. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അസം മുഖ്യമന്ത്രിയെന്നും വിമർശനം. വാർത്താ സമ്മേളനത്തിലും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ രാഹുൽ തുറന്നടിച്ചു. ആര് വിചാരിച്ചാലും ന്യായ് യാത്ര തടയാനാകില്ലെന്നും തടയും തോറും ശക്തി കൂടുമെന്നും രാഹുൽ. अटैक नहीं करने की कोशिश करते और अगर करें भी मुझे कोई फर्क नहीं पड़ता. मैं इन चीजों से नहीं डरता हूँ. The chief minister, if he says one thing that Delhi doesn't like, we know what will happen to him. He's got a record. He's got cases against him. So this is not the voice of the Assamese people. ഗുവാഹത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ DGPക്ക് നിർദ്ദേശം നൽകി. പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് സംഘർഷമുണ്ടാക്കിയെന്നതാണ് രാഹുലിനെതിരായ കുറ്റം. രാഹുലിന്റേത് നക്സലൈറ്റ് രീതിയെന്ന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മുഖ്യമന്ത്രി വിമർശിച്ചു. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങൾക്കൊപ്പം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങളും ഉയർത്തിക്കാട്ടിയാണ് അസമിൽ ഭാരത് ജോഡോ യാത്ര മുന്നേറുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.